ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ സാമ്പത്തിക രംഗത്തിന് പുതിയ ജീവൻ നൽകിയ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ധനകാര്യ വിദഗ്ധനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട പറയുകയാണ് രാജ്യം. ഇന്നലെ രാത്രി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ രാത്രി 9:51 അദ്ദേഹത്തിന്റെ അന്ത്യം. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് സംസ്കാരം നടക്കുക. പ്രധാനമന്ത്രിയും അമിത്ഷായും മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്ത് 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. एक नेक इंसान के रूप में, एक विद्वान अर्थशास्त्री के रूप में और रिफॉर्म्स के प्रति समर्पित लीडर के रूप में उन्हें हमेशा याद किया जाएगा. उन्होंने वित्तीय संकट से घिरे देश को एक नई अर्थव्यवस्था के मार्ग पर प्रशस्त किया. डॉक्टर मनमोहन सिंह जी का जीवन उनकी ईमानदारी और सादगी का प्रतिबिंब था. दलगत राजनीति से ऊपर उठकर उन्होंने हमेशा हर दल के व्यक्ति से संपर्क रखा. റിസർവ് ബാങ്ക് ഗവർണറും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനുമായി സാമ്പത്തിക രംഗത്ത് കഴിവ് തെളിയിച്ച ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശം. ഇന്ത്യയുടെ ഗതി മാറ്റിയ സാമ്പത്തിക ഉദാരവൽക്കരണ ശില്പിയെന്ന് മൻമോഹൻ സിംഗ് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരുന്നു. The changes in trade policy introduced last year have eliminated the differential incentive for export at higher stages of manufacture. While a uniform pattern of incentive is generally to be preferred, there is a case for introducing some disincentive for export of certain primary products where the same product can be easily exported in value-added form. മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി ഇന്ത്യൻ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാകും ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പേരിനൊപ്പം രേഖപ്പെടുത്തുക. റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് ധനമന്ത്രി സ്ഥാനം, പിന്നീട് പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഭരണകാലാവധി പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. I, Manmohan Singh, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഞ്ജയ് ബാരു മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. 1991 നരസിംഹറാവു മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിന് വിളിയെത്തുന്നതും പിന്നീട് 2004 പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതും ആകസ്മികമായി തന്നെ. രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു ധനമന്ത്രി സ്ഥാനത്തേക്കുള്ള റാവുവിന്റെ വിളി. രാജ്യത്തിന്റെ കടം കുന്നുകൂടുകയും ചുരുക്കം ചില ആഴ്ചകൾ മാത്രം കടന്നുപോകാനുള്ള വിദേശ നാണ്യം മാത്രം ബാക്കിയാകുകയും ചെയ്ത കാലം. അതുവരെ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളുടെ ഘടന തന്നെ മാറ്റി മൻമോഹൻ സിംഗ്. പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. രൂപയുടെ മൂല്യം കുറച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെച്ച ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു. വ്യാവസായിക ലൈസൻസ് ഇല്ലാതാക്കി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. ഒരു വശത്ത് കടുത്ത വിമർശനം നേരിട്ടപ്പോഴും സർക്കാർ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോയി. അതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്കുള്ള ചുവടുവെപ്പ്. Our economy, polity and society have to be made extraordinarily resilient and alert if we are to take full advantage
of the opportunities and to minimize the risks associated with the increasing globalization of economic processes. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 2004-ൽ ഉൾവിളി അനുസരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചപ്പോൾ പദവി ഏൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ മൻമോഹൻ സിംഗിനെ. പൊതുമിനിമം പരിപാടി അനുസരിച്ചുള്ള ഭരണം, അതിന് ഇടതുപക്ഷത്തിന്റെ പുറമേ നിന്നുള്ള പിന്തുണ, രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരമുയർത്തിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു UPA-യുടെ തുടർഭരണത്തിന് വഴിവെട്ടിയത്. നിശബ്ദനായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരായ എതിരാളികളുടെ വിമർശനം. പക്ഷെ അധികാരം ഒഴിയുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു. ചോദ്യങ്ങൾക്ക് മൻമോഹൻ സിംഗിന് ഉത്തരമുണ്ടായിരുന്നു. Honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament. രാജ്യം ഞെട്ടിയ നോട്ട് നിരോധനക്കാലത്ത് മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്ക് ജനം കാതോർത്തു. നോട്ട് നിരോധനം സംഘടിത കൊള്ളയെന്ന് മൻമോഹൻ തുറന്നടിച്ചു. 3 പതിറ്റാണ്ടിലധികം നീണ്ട പാർലമെന്ററി ജീവിതത്തിന്റെ അവസാനം ഡൽഹി ബില്ലിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മൻമോഹൻ സിംഗ് സഭയിലെത്തിയത് വീൽ ചെയറിലായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണപക്ഷം പോലും അതിനെ കൈയടിച്ചു. 92-ാം വയസ്സിൽ മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം കൂടിയാണ് മായുന്നത്. ER രാഗേഷ്, ന്യൂസ് 18. ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് ഉപദേശകനായി അദ്ദേഹം നിയമിതനാകുന്നത്. പിന്നീട് ധനമന്ത്രിയായും 2 തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി. ഫീസ് നൽകാൻ പണമില്ലാത്തതിനെ തുടർന്ന് 1 വർഷത്തെ കോളേജ് പഠനം മുടങ്ങിയ അമൃത്സറിലെ ഗലിബറി വാലിയിലെ സാധാരണ വിദ്യാർത്ഥി പ്രധാനമന്ത്രി വസതിയായ റേസ് ഹോഴ്സ് റോഡിലെ 7-ാം നമ്പർ വീട്ടിലേക്കെത്തിയത് കഠിനാധ്വാനത്തിന്റെ വിയർപ്പ് രുചിച്ചാണ്. പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗായിൽ അധ്യാപകനായിരുന്ന ഗുർമിത് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി 1932 സെപ്റ്റംബർ 26-നായിരുന്നു മൻമോഹൻ സിംഗിന്റെ ജനനം. പാകിസ്ഥാനിലെ പെഷ്വാറിൽ നിന്ന് അമൃത്സറിലേക്ക് പലായനം ചെയ്ത കുടുംബമായതുകൊണ്ട് തന്നെ കുടുംബത്തിന് പരിമിതികളേറെ ഉണ്ടായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്ന മൻമോഹൻ സിംഗ് വിവിധ സ്കോളർഷിപ്പുകളോടെയാണ് പഠനം പൂർത്തിയാക്കിയത്. പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ മൻമോഹൻ ലണ്ടനിലെ കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിൽ MA എക്കണോമിക്സിന് ചേർന്നു. മികച്ച പ്രകടനത്തിലുള്ള റൈറ്റേഴ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ അവിടെ പഠനം പൂർത്തിയാക്കിയത്. നൊബേൽ സമ്മാന ജേതാക്കളടക്കം പഠിച്ച ഓക്സ്ഫോർഡിലെ നെഫീൽഡ് കോളേജിലായിരുന്നു മൻമോഹന്റെ ഗവേഷണം. പഠനത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് നെഹ്റുവിന്റെ വിശ്വസ്തനായ പാർലമെന്ററി സെക്രട്ടറി ലളിത് നാരായണ മിശ്ര മൻമോഹനെ വാണിജ്യ വ്യവസായ വകുപ്പിൽ ഉപദേശകനായി നിയമിക്കുന്നത്. 20 വർഷത്തോളം സർക്കാരിന്റെ പല സ്ഥാനത്തും മൻമോഹൻ സിംഗ് ഉണ്ടായിരുന്നു. 1971-ൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, 1972-ൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ, 1976-ൽ റിസർവ് ബാങ്ക് ഡയറക്ടർ, 1982-ൽ റിസർവ് ബാങ്ക് ഗവർണർ, 1985-ൽ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ, 1987-ൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ, 1991-ൽ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ്, അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ. ഇതിനിടെ ലോക വ്യാപാര സംഘടനയിലും ലോകബാങ്കിലും നിർണായക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. UGC ചെയർമാനായിരിക്കെയാണ് റാവു തന്റെ മന്ത്രിസഭയിലേക്ക് മൻമോഹനെ ക്ഷണിക്കുന്നത്. ധനമന്ത്രിയായ ശേഷമാണ് മൻമോഹൻ രാജ്യസഭയിലൂടെ പാർലമെന്റ് അംഗമാകുന്നത്. പിന്നീട് 2004-ൽ കോൺഗ്രസും സഖ്യകക്ഷികളും ചേർന്ന് ഇടതു പിന്തുണയോടെ രൂപീകരിച്ച 1-ാം UPA സർക്കാരിൽ വലിയ രാഷ്ട്രീയ നാടകത്തിനൊടുവിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിലേക്ക്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരു ടെക്നോക്രാറ്റിൽ നിന്നും രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിൻ്റേത്. ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ട് മൻമോഹൻ എക്കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായിരുന്നു. കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക. This budget represents a contribution to the successful implementation of this great national enterprise of building an India free from the fear of war, want and exploitation, an India worthy of the dreams
of the founding fathers of our republic. We shall pay any price, bear any burden, make any sacrifice to realize those dreams. India is on the move again. We shall make the future happen. Sir. 1991 ധനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസത്തിനകം ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിന്റേതാണ് ഈ വാക്കുകൾ. ഉഷിരൻ പ്രസംഗം കൊണ്ടും ശൈലി കൊണ്ടും അണികളെ ആവേശക്കൊടുപിടിയിലെത്തിക്കുന്ന ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ അല്ലാതിരുന്നത് കൊണ്ട് മാത്രം അണ്ടർ റേറ്റഡ് ആയി പോയ വാക്കുകൾ. 30 വർഷങ്ങൾക്കിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ആകെത്തുകയായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ഇന്ത്യയുണ്ട്. ആഗോള ശക്തിയായി തന്നെ. കറകളഞ്ഞ രാഷ്ട്രീയ നേതാവിനപ്പുറം ലോകം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാണ് മൻമോഹൻ സിംഗിന് ചേരുക. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച മിതഭാഷിയായ ആ മണി മാൻ. ടെക്നോക്രാറ്റിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള പരകായ പ്രവേശമായിരുന്നില്ല മൻമോഹൻ സിംഗിന്റേത്. മൻമോഹൻ ഒരിക്കലും ജനകീയ നേതാവായിരുന്നില്ല. പ്രധാനമന്ത്രി ആയപ്പോൾ പോലും രാഷ്ട്രീയ നേതാവിനപ്പുറം മൻമോഹനിലെ ഇക്കണോമിസ്റ്റ് ഒരു പടി മുന്നിൽ നിന്നു. വിട്ടുവീഴ്ചയില്ലാത്ത സാമ്പത്തിക വിദഗ്ധനിൽ നിന്ന് ഒത്തുതീർപ്പിലെത്തുന്ന രാഷ്ട്രീയക്കാരനിലേക്കുള്ള ദൂരം മൻമോഹനെ സംബന്ധിച്ച് അത്ര ചെറുതുമായിരിക്കില്ല. നരസിംഹറാവുവിനൊപ്പം ഉണ്ടായിരുന്ന 90കളിലായിരിക്കണം മൻമോഹൻ സിംഗിലെ രാഷ്ട്രീയക്കാരനെയും സാമ്പത്തിക വിദഗ്ധനെയും സംയോജിപ്പിച്ചത്. അമിതാഹ്ലാദമോ അതിഗംഭീര പ്രസംഗങ്ങളോ ഇല്ലാതെ ജീവിതം പഠിപ്പിച്ച ലാളിത്യം കൊണ്ട് മൻമോഹൻ എല്ലാ കാലവും നേതാക്കൾക്കിടയിൽ വ്യത്യസ്തനായി. കോൺഗ്രസ് ഗ്രൂപ്പ് പോരുകളിലും സഖ്യകക്ഷി പടലപ്പിടക്കങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ മൻമോഹൻ സിംഗ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി, നരസിംഹറാവു തുടങ്ങിയ സുപ്രധാന നേതാക്കളോടെല്ലാം അടുപ്പമുണ്ടായിരുന്നപ്പോഴും വ്യക്തിപരമായി മൻമോഹൻ സിംഗ് എപ്പോഴും അകലം പാലിച്ചു. രാജ്യ വളർച്ചയ്ക്കായി സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം വഴങ്ങിയിരുന്നില്ല. പ്രധാനമന്ത്രിയായപ്പോഴും അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. സഖ്യകക്ഷികളെ സംയോജിപ്പിക്കാനോ അവർക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനോ മൻമോഹൻ സിംഗിന് കഴിഞ്ഞില്ല. പക്ഷേ പാർട്ടിക്കകത്തും പുറത്തും മാന്യത പുലർത്താൻ തലക്കരമില്ലാത്ത ആ തലപ്പാവുകാരൻ എപ്പോഴും ശ്രദ്ധിച്ചു. വിമർശനങ്ങൾ പോലും മാന്യമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മനു ഭരത് ചേരുന്നുണ്ട്. മനു, AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? പൊതുദർശനം എപ്പോൾ ആരംഭിക്കും? ഒപ്പം സംസ്കാരത്തിന്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, രാജ്യം ദുഃഖാചരണത്തിൽ ഡൽഹിയിലെ 3-ാം നമ്പർ മോത്തിലാൽ നെഹ്റു ബംഗ്ലാവിലേക്കാണ് ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്നത്. മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പ്രമുഖരെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ നീളുന്നു ആ പട്ടിക. ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചു. പോരാട്ടങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കൈവരിക്കാം എന്ന് കാണിച്ച മൻമോഹന്റെ ജീവിതം ഭാവി തലമുറയ്ക്കൊരു മാതൃകയാണെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിലൂടുന്ന രാജ്യത്തിനൊരു പുതിയ ദിശാബോധം നൽകി എന്ന് അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തു. സത്യസന്ധത എല്ലായ്പ്പോഴും മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എല്ലായ്പ്പോഴും തങ്ങൾക്ക് പ്രചോദനമായിരിക്കുമെന്നാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ മൻമോഹൻ സിംഗ് ഉയർന്നു നിന്നു. ഒപ്പം തന്നെ നിരവധി ലോക നേതാക്കളും അദ്ദേഹത്തിനെ അനുസ്മരിച്ചു. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ, മാൽദീവ്സിന്റെ മുൻ പ്രസിഡന്റ് അബ്ദുള്ള ഷാഹിദ്, അഫ്ഗാനിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി, മലേഷ്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, കാനഡയുടെ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പൻ, അങ്ങനെ ലോക നേതാക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കുകയാണ്. ഏതായാലും നാളെ രാജ്ഘട്ടിൽ ഭൗതിക ശരീരം സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകും. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ. യെസ്, ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയേകുകയാണ് രാജ്യം. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ, വയനാട് ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. വിധി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് കൂടുതൽ ഊർജം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. 2 വില്ലേജുകളിലായി 143.41 ഹെക്ടർ ഭൂമിയാണ് ആകെ ഏറ്റെടുക്കുന്നത്. ഹാരിസൺ മലയാളത്തിന്റെ 65.41 ഹെക്ടർ ഭൂമി, എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണം.
നഷ്ടപരിഹാരം പോരാ എങ്കിൽ നിയമ നടപടി സ്വീകരിക്കാൻ എസ്റ്റേറ്റുകൾക്ക് അവകാശമുണ്ടെന്നും കോടതി അറിയിച്ചു. വിധി സർക്കാർ സ്വാഗതം ചെയ്തു. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി എന്ന വിധത്തിലുള്ള വാർത്തകൾ തെറ്റായ വിധത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റിദ്ധരിക്കാനോ ഇടവന്ന ധാരാളമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. പുതുവത്സരത്തിൽ തന്നെ നമുക്ക് അഭിമാനപൂർവ്വം പുനർനിർമ്മാണവുമായി മുന്നോട്ട് പോകാം. മേപ്പാടിയിലോ അടുത്ത സ്ഥലത്തോ ഭൂമി വേണമെന്നാണ് ദുരന്തബാധിതർ പറഞ്ഞത്. അങ്ങനെയാണ് 2 സ്ഥലങ്ങൾ തീരുമാനിച്ചത്. ഒക്ടോബർ 4-ന് സർക്കാർ ഇറക്കിയ ഉത്തരവാണ് കോടതി അംഗീകരിച്ചത്. എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് ടൗൺഷിപ്പ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. പ്രകൃതി ദുരന്തത്തിൽ തങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായെന്നായിരുന്നു ഭൂ ഉടമകളുടെ വാദം. ന്യൂസ് ബ്യൂറോസ്, ന്യൂസ് 18. ചീഫ് സെക്രട്ടറി നൽകിയ ചാർജ് മെമ്മോയ്ക്കുള്ള മറുപടി നൽകാതെ ചീഫ് സെക്രട്ടറിയോട് തിരികെ വിശദീകരണം ചോദിച്ച് എൻ പ്രശാന്ത് IAS. തന്റെ 7 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ ചാർജ് മെമ്മോയ്ക്ക് വിശദീകരണം നൽകാമെന്നാണ് നിലപാട്. ഇതോടെ IAS ചേരിപ്പോര് പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. തീർത്തും അസാധാരണമായ ഉദ്യോഗസ്ഥ ചേരിപ്പോരിലേക്കാണ് സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ തമ്മിലടി നീങ്ങുന്നത്. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകനെ വിമർശിച്ചതിനാണ് എൻ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. എന്നിട്ടും പരസ്യ വിമർശനം തുടർന്നു. ഇതോടെ കടുത്ത അച്ചടക്കലംഘനമെന്ന് വിലയിരുത്തി ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകി. അതിനെയും വെല്ലുവിളിച്ചാണ് പ്രശാന്തിന്റെ പുതിയ നീക്കം. സംസ്ഥാനത്ത് IASലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയായ ചീഫ് സെക്രട്ടറിയോട് സ്പെഷ്യൽ സെക്രട്ടറി വിശദീകരണം തേടുകയെന്നത് ഒരുപക്ഷെ രാജ്യത്തെ സിവിൽ സർവീസ് തന്നെ ആദ്യമാകാം. 7 കാര്യങ്ങൾക്ക് മറുപടി വേണമെന്നാണ് പ്രശാന്തിന്റെ ആവശ്യം. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെ ജയതിലകം ഗോപാലകൃഷ്ണനും പരാതി നൽകിയിട്ടില്ല. പിന്നെ സർക്കാർ സ്വന്തം നിലയിൽ മെമ്മോ നൽകുന്നത് എന്തിനാണ്? സസ്പെൻഡ് ചെയ്യുന്നതിനും ചാർജ് മെമ്മോ നൽകുന്നതിനും മുമ്പ് എന്തുകൊണ്ട് തന്റെ ഭാഗം കേട്ടില്ല? ചാർജ് മെമ്മോയ്ക്കൊപ്പം വച്ച തന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ ആരാണ് ശേഖരിച്ചത്? ഏതു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്നാണത് ശേഖരിച്ചത്? ഏതുദ്യോഗസ്ഥനെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയത്? തനിക്ക് കൈമാറിയ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടാണ്. അങ്ങനെയെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ചാർജ് മെമ്മോ തയ്യാറാക്കിയതെന്ന് വ്യക്തം. ഇതിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകണം. IT നിയമപ്രകാരം ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകൾ സർട്ടിഫൈ ചെയ്ത് കൃത്രിമമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്നിങ്ങനെ പോകുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനോടുള്ള പ്രശാന്തിന്റെ ചോദ്യങ്ങൾ. തുടർച്ചയായി അച്ചടക്കം ലംഘിക്കുകയും ചീഫ് സെക്രട്ടറിയെ പോലും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന പ്രശാന്തിനെതിരെ കടുത്ത നടപടി വൈകാതെ ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞ് സർവീസിൽ നിന്ന് തന്നെ പുറത്തുപോകാൻ എൻ പ്രശാന്ത് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായാണ് ഈ നീക്കങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിസഭ ഒന്നടങ്കം കേരള പര്യടനം നടത്തിയ നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക്. 5 മാസം കട്ടപ്പുറത്തായ ശേഷം രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് പുനരാരംഭിച്ചേക്കും. ടിക്കറ്റ് ചാർജ് കുറയ്ക്കാനും സമയക്രമത്തിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. 2023 നവംബർ 18-നാണ് നവകേരള ബസ് ആദ്യമായി നിരത്തിലിറങ്ങിയത്. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയ്ക്കൊപ്പം വിവാദങ്ങളും കൂടെ കൂടി. ബസിന്റെ ആഡംബരങ്ങളായിരുന്നു ചർച്ച. ഒടുവിൽ വിവാദങ്ങൾ അവസാനിപ്പിച്ച് KSRTCക്ക് വിട്ടു നൽകിയ ബസ് 2024 ജൂണിൽ യാത്രാ ബസ്സായി സർവീസ് ആരംഭിച്ചു. ആദ്യ ദിനങ്ങളിൽ നിറഞ്ഞ യാത്രക്കാരുമായി സർവീസ് ആരംഭിച്ച ബസിന്റെ കൗതുകം അവസാനിച്ചതോടെ യാത്രക്കാർ കൈവിട്ടു. അടിക്കടിയുണ്ടാകുന്ന സാങ്കേതിക തടസ്സങ്ങളും സമയക്രമവും വർദ്ധിച്ച യാത്രാനിരക്കുമൊക്കെയായിരുന്നു വില്ലൻ. ജൂലൈയിൽ ബസ് പൂർണ്ണമായും കട്ടപ്പുറത്തായി. പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി ബസ് ബംഗളൂരുവിലേക്ക്. 5 മാസത്തിനൊടുവിൽ ബസ് വീണ്ടും സർവീസിന് ഒരുങ്ങുകയാണ്. 26 സീറ്റുകൾ 37 ഉയർത്തി. ശുചിമുറി നിലനിർത്തി. 2 വാതിലുകൾ 1 ചുരുക്കി. യന്ത്രപ്പടി ഒഴിവാക്കി. 1280 രൂപയായിരുന്നു രൂപമാറ്റത്തിന് മുൻപ് ബസിന്റെ യാത്രാനിരക്ക്. ബംഗളൂരുവിൽ നിന്നും ഇത്തവണ കോഴിക്കോട്ടേക്ക് യാത്ര നടത്തിയത് 930 രൂപയ്ക്കാണ്. നിരക്ക് ഇനിയും കുറയാനാണ് സാധ്യത. മുഖ്യമായിട്ട് സീറ്റ് ആൾട്ടർ ചെയ്തിട്ടുണ്ട്. 26 സീറ്റുള്ളത് ഇപ്പോൾ 37 സീറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ബാത്റൂം അതുപോലെ തന്നെ നിർത്തിയിട്ട് ഡോറ് 2 ഡോറുണ്ടായിരുന്നത് ഫ്രണ്ടിലേക്ക് ഒറ്റ ഡോറാക്കിയിട്ട് സാധാരണ നമ്മുടെ AC സീറ്റർ ബസ്സുകളുടെ ഡോറ് പോലെ ഫ്രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. അത് സർക്കാരിന്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നവകേരള ബസ് കോഴിക്കോട് നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്ന സമയം പുലർച്ചെ 4 മണിക്കാണ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സമയക്രമം മാറ്റാനും ആലോചനയുണ്ട്. സർവീസ് എന്നു മുതൽ ആരംഭിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്.
തൃശൂർ മേയർ MK വർഗീസിനെതിരെ നിലപാട് ഘടിപ്പിച്ച CPI. BJP നേതാക്കൾ വീട്ടിലെത്തി കേക്ക് കൈമാറിയെന്ന വിവാദത്തിന് പിന്നാലെ മേയർ BJP പാളയത്തിലേക്ക് എന്ന നിലപാടിലാണ് CPI. VS സുനിൽകുമാർ ഉയർത്തിയ കടുത്ത വിമർശനങ്ങൾക്ക് മറുപടിയായി MK വർഗീസും രംഗത്ത് വന്നു. ക്രിസ്മസ് ദിവസം K സുരേന്ദ്രൻ MK വർഗീസിന്റെ വീട്ടിലെത്തി കേക്ക് കൈമാറിയതിനെ ചൊല്ലിയാണ് പുതിയ വിവാദം. മേയറുടെ BJP അനുകൂല നീക്കങ്ങളിൽ നേരത്തെ തന്നെ വിമർശനമുള്ള CPI ഇത് ആയുധമാക്കുകയാണ്. അല്ല, മേയർ ചോറ് ഇവിടെയും കൂറ് അവിടെയുള്ള ഒരാളാണ്. പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശ്ശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടുകൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടുള്ളതല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായി രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയും. മേയർ BJP പാളയത്തിലേക്കെന്ന് ഉറപ്പിച്ചാണ് CPIയുടെ നീക്കം. ക്രിസ്മസ് ദിവസം കേക്ക് സ്വീകരിച്ചതിൽ രാഷ്ട്രീയമില്ലെന്ന് വാദിക്കുന്നതിനൊപ്പം സുനിൽകുമാറിന് MK വർഗീസിന്റെ മറുപടി ഇങ്ങനെ. അതിപ്പോൾ സുനിൽകുമാർ അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സുനിൽകുമാറിന് ഇപ്പം എന്തും പറയാം, കാരണം പുറത്താ നിൽക്കണേ. ഞാൻ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതാ. സുരേഷ് ഗോപി വന്നൊരു കേക്ക് തന്നു, അയാൾക്കൊരു ചായ കൊടുത്ത് ഇത്ര വലിയ തെറ്റാണോ? സുരേഷ് ഗോപിയെ പുകഴ്ത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുത്ത ഇടതു മേയറും മുന്നണിയും തമ്മിലുള്ള ഭിന്നത ശക്തമാവുകയാണ്. CPI കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും പ്രാദേശിക നേതൃത്വം മേയർക്കൊപ്പമാണ്. ഒരു രാഷ്ട്രീയ നേതാവ് സന്ദർശിച്ചു എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ കഴിയില്ല. പക്ഷേ BJPയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടും ഇതിനു മുൻപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി വന്ന ചില കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ കാര്യം മേയർ വിശദമാക്കേണ്ടതാണ്. തൃശൂരിൽ BJP ബോധപൂർവം പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് CPM വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ഈ നീക്കത്തിൽ കരുതലോടെ നീങ്ങാനാണ് തീരുമാനം. എന്നാൽ മേയറെ അംഗീകരിച്ച് ഇനി മുന്നോട്ട് പോകാൻ CPI തയ്യാറല്ല. പരസ്യമായി മുന്നണിയോടുള്ള കൂറ് വ്യക്തമാക്കി CPIയെ തള്ളിപ്പറഞ്ഞുള്ള MK വർഗീസിന്റെ നീക്കം തൃശൂർ കോർപ്പറേഷനിൽ LDFനുള്ളിൽ കടുത്ത ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ഈ വിവാദത്തിൽ തൃശൂരെ BJPയുടെ ജില്ലാ അധ്യക്ഷനും കക്ഷി ചേരുകയാണ്. VS സുനിൽകുമാറിൻ്റേത് വെറുപ്പിന്റെ രാഷ്ട്രീയമെന്നാണ് BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന്റെ പ്രതികരണം. കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് സുനിൽകുമാറിന്റെ ശ്രമം. വെറുപ്പിന്റെ രാഷ്ട്രീയം വച്ചു പുലർത്തുന്നത് ഒട്ടും ശരിയല്ലെന്നും അനീഷ് കുമാർ പറയുന്നു. ഈ സുനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃശ്ശൂർ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പ്, വെറുപ്പിന്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സ്വീകരിക്കുന്ന, തൃശ്ശൂരിനെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകളും ഈ നിലയിലുള്ളതാണ്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസിനായിരുന്നുവെന്ന് K മുരളീധരൻ. 2016 കുമ്മനത്തിനെതിരെ മത്സരിച്ചപ്പോൾ തനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുണ്ടായിരുന്നു. BJPക്ക് ബദൽ കോൺഗ്രസ് എന്ന നിലപാടിലെടുത്ത നയമാണെന്നും K മുരളീധരൻ പറയുന്നു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. 2016 വരെ ഞാൻ മത്സരിച്ച ഒരു ഇലക്ഷനിലും ജമാഅത്തെ ഇസ്ലാമി എനിക്ക് പിന്തുണ നൽകിയിട്ടില്ല. 2016 തന്നു, കാരണം കുമ്മനം രാജശേഖരൻ എതിർസ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടില്ല. 2019 മുതൽ അവർ കേന്ദ്രത്തിൽ കോൺഗ്രസ് നയത്തിന് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. CPIയുടെ സംസ്ഥാന സമിതി ആസ്ഥാനമായ MN സ്മാരകം നവീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. MN ഗോവിന്ദൻ നായരുടെ പ്രതിമയും അനാച്ഛാദനം ചെയ്തു. മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പേരിലുള്ള ഹാളിൽ സംസ്ഥാന കൗൺസിൽ യോഗവും ചേർന്നു. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ലോഗോയും പ്രകാശനം ചെയ്തു. ആദ്യം കൂടുന്ന സ്റ്റേറ്റ് കൗൺസിൽ യോഗത്തിൽ എല്ലാവർക്കും പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സകലമാന കേരളമാണ്. ശ്രീജ ശ്യാം ചേരും.